ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനിതാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പിക്കിളാണ്. പിക്കിൾ ഇടുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ പിക്കിളിനകത്തേക്ക് തിളപ്പിച്ചാർച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഹാർഡായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ നമ്മളിത് സൂക്ഷിക്കുന്ന പാത്രം നന്നായിട്ട് ഡ്രൈ ആക്കി ഉണക്കി എടുത്തിട്ട് വേണം പിക്കിൾ ഇട്ട് വെക്കുന്നതിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട്, പിന്നെ നല്ലെണ്ണ ഉപയോഗിക്കണം. നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് പിക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പിക്കിൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നന്നായിട്ട് എത്ര നാൾ വേണമെങ്കിലും കേടാകാതെ സൂക്ഷിക്കാനും പറ്റും. എൻ്റെ റെസിപ്പീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ പിക്കിൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വലിപ്പം ആക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ നോൺ വെജ് സാധനങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ഇടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മളിത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ നേരം എടുത്തു വെക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടിയിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് അരമണിക്കൂർ നേരം ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചിക്കനാണിത്. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചിക്കനാണിത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി അപ്പം നല്ലെണ്ണ ഉപയോഗിച്ചാണ് നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം വേണം ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. 1 കിലോ ഇത് 2-3 തവണയായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചട്ടുകം വെച്ച് ഇത് ഇളക്കാൻ പാടില്ല. ഇത് ഏകദേശം ഒരു ഭാഗം നന്നായിട്ട് കുറച്ച് ഹാർഡായെന്ന് തോന്നിയെങ്കിൽ മാത്രമേ തിരിച്ചിടാൻ പാടുള്ളൂ. അതിന് ഒരു 10 മിനിറ്റോളം വേണ്ടി വരും. അതിന് ശേഷം മാത്രമേ ഇത് ഒന്ന് ഇളക്കി തിരിച്ചിടാൻ പാടുള്ളൂ. എപ്പോഴും ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പയ്യെ ഒന്ന് ഇത് തിരിച്ചിടാം. ഇത് തിരിച്ചിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പ്രാവശ്യം നമ്മളിത് തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. അതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം വേണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് 2 വശം ഒരുപോലെ ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴാണ് എണ്ണയിൽ നിന്ന് മാറ്റി എടുക്കേണ്ടത്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അങ്ങനെ ഇതെല്ലാം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ 1 കിലോ നമ്മൾ വറുത്തിവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗറാണ്. വിനാഗർ ഒരു 3/4 കപ്പ് വേണം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ. പച്ചമുളക് 15 എണ്ണം വട്ടത്തിലരിഞ്ഞതാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 3/4 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്.
പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം, തിളപ്പിച്ചാർച്ച വെള്ളമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് റെഡ് ചില്ലി പൗഡറാണ്. ഇത് 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി എണ്ണയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് നല്ലെണ്ണയാണ് നമ്മൾ ചിക്കൻ വറക്കാനായിട്ട് എടുത്തത്. വറുത്തതിന് ശേഷം ബാലൻസ് ഉള്ള എണ്ണയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വറുത്തെടുക്കാനായിട്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം വേണം പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനായിട്ട്. പച്ചമുളകും വെളുത്തുള്ളി ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യവുമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. ഏകദേശം ഒരു 2 മിനിറ്റ് നേരം എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇഞ്ചി. ഇഞ്ചിയുടെ ആ പച്ചച്ചോവ ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിനി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല. അച്ചാറൊക്കെ ഇടുമ്പം അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോഴത്തേനും വെളുത്തുള്ളിയും ഈ പച്ചമുളകും ഒക്കെ ഇതിനകത്തേക്ക് നന്നായിട്ട് ഈ മുളക് പൊടിയും എല്ലാം പിടിച്ച് പാകത്തിനാകത്തുള്ളൂ. ഈ പച്ചമുളകും വെളുത്തുള്ളിയുടെയും ചെറിയൊരു പച്ചച്ചവ മാറിയ ഉടനെ തന്നെ നമുക്ക് ഈ മുളക് പൊടിയും കൂടെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വിനാഗർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തിളപ്പിച്ചാർച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ തിളപ്പിച്ചാർച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണം ഇതൊന്ന് സോക്ക് ചെയ്ത് എടുക്കാനായിട്ട്. പിന്നെ ഇത് സ്റ്റൗവിൽ വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തോരം ഉപ്പ് വേണം നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നോട്ട് തന്നെ നിൽക്കണം. നമ്മുടെ ചിക്കൻ പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം മുന്നോട്ട് നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താകുമ്പം കുറച്ച് ഹാർഡാണല്ലോ. ആ വെള്ളം ഇതിനകത്തേക്ക് കുറച്ച് പിടിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടി തിക്കാവും ഗ്രേവി. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കുറച്ചുകൂടി തിക്കാവും. അപ്പോൾ ഏതായാലും നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ പിക്കിളിന്. നല്ലൊരു പാത്രത്തിനകത്ത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണക്കിയെടുത്തൊരു പാത്രത്തിനകത്തിട്ട് ഇത് അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടാകാതെ സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്.